ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ. ഇത് പാർട്ട് 2 ആണ്. ഓരോ ക്ലാസ്സിൻ്റെയും തുടർച്ചയായിട്ടാണ് കേട്ടോ ക്ലാസ്സുകൾ നൽകുന്നത്. ഇനിയും ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പൊതുവിജ്ഞാനം, ആനുകാലിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ നൽകിയിട്ടുള്ളത്. മക്കൾ മുഴുവനായിട്ട് കാണുക. ടഫായ ഭാഗങ്ങളൊക്കെ എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കുക. ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ ഓമനപ്പേരെന്താണ്? മോനിയ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കീർത്തി മന്ദിർ. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? വിനോബ ഭാവെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു? ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേരെന്ത്? പുത്ലിബായ്. ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്ത്? കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മുത്തച്ഛൻ്റെ പേരെന്ത്? ഗോത്ത ഗാന്ധി. നെഹ്റു ഗാന്ധിജിയെ കണ്ടുമുട്ടിയതെന്ന്? 1916. നെഹ്റു ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച്? ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. ഏത് ജയിൽവാസത്തിനിടയിലാണ് കസ്തൂർബ ഗാന്ധി മരിച്ചത്? ആൻസർ 1944 ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ വെച്ച്. ഗാന്ധിജി നിയമലംഘനത്തിന് തുടക്കം കുറിച്ച സത്യാഗ്രഹം ഏത്? ഉപ്പു സത്യാഗ്രഹം. ഗാന്ധിജി പുലയ രാജ എന്ന് വിളിച്ചത് ആരെയാണ്? അയ്യങ്കാളിയെ. ഹൈസ്കൂളിലെ ആദ്യ വർഷം ഗാന്ധിജിയുടെ പരീക്ഷ സമയത്ത് പരിശോധനയ്ക്ക് വന്ന വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ആരായിരുന്നു? ഗെയിൽസ്. ഗെയിൽസ് എഴുതുവാൻ നൽകിയ 5 വാക്കുകളിൽ ഗാന്ധിജി തെറ്റിച്ചെഴുതിയ പദമേത്? കെറ്റിൽ. ഗാന്ധിജി ഫീനിക്സ് സെറ്റിൽമെൻറ്റ് എന്ന ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ഡർബനിൽ. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? 1 തവണ. 1924 ബെൽഗാം സമ്മേളനത്തിൽ. ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച 2 പത്രങ്ങൾ ഏതെല്ലാം? നവജീവൻ, യങ് ഇന്ത്യ. നവജീവൻ എന്ന പത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഗുജറാത്തി. യങ് ഇന്ത്യ എന്ന പത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഇംഗ്ലീഷ്. യങ് ഇന്ത്യ എന്ന വാരികയുടെ മലയാളി എഡിറ്റർ ആരായിരുന്നു? ജോർജ് ജോസഫ്. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ അധ്യക്ഷനായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷമാണ്? ആൻസർ 1920. ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1925. ഐത്തോച്ചാടനം ലക്ഷ്യം വെച്ച് ഗാന്ധിജി 1932 ആരംഭിച്ച സംഘടന ഏത്? അഖിലേന്ത്യാ ഹരിജൻ സമാജം. വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി എന്തായിരുന്നു? സർദാർ. ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏത് വർഷം? 1933. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആര്? KPR ഗോപാലൻ. ജാലിയൻവാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ കൊടുത്ത ബഹുമതി ഏത്? കൈസർ ഇ ഹിന്ദ്. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? 168 ദിവസം. ഗാന്ധിജി വധിക്കപ്പെട്ടതെന്ന്? 1948 ജനുവരി 30. ഗാന്ധിജി വധിക്കപ്പെട്ടത് എവിടെ വെച്ച്? ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ച്. ഗാന്ധിജി അവസാനമായി പറഞ്ഞ വാക്കെന്ത്? ഹേ റാം. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോഴാണ്? ഗാന്ധിജി അന്തരിച്ചപ്പോൾ. ഗാന്ധിജിയുടെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? രാജ്ഘട്ട്. പൂർണ്ണ സ്വരാജ് എന്ന നയം ആവിഷ്കരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1929 ലാഹോർ സമ്മേളനം. നമ്മുടെ ദേശീയ ഗാനം രചിച്ചതാര്? ആൻസർ രവീന്ദ്രനാഥ ടാഗോർ.
ഏതു ഭാഷയിലാണ് ദേശീയഗാനം എഴുതിയത്? ബംഗാളി. ദേശീയഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചതാര്? രാംസിംഗ് ടാഗോർ. ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്ര? 52 സെക്കൻഡ്. ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപത്തിന് എത്ര സമയം വേണം? 20 സെക്കൻഡ്. ജനഗണമന ആദ്യം അച്ചടിച്ചത് ഏത് പത്രികയിലാണ്? തത്വബോധിനി പത്രത്തിൽ. വർഷം 1912. ജനഗണമന ആദ്യമായി ആലപിച്ചത് ആര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. ജനഗണമന ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും തർജ്ജമ ചെയ്തത് ആര്? ആബിദ് അലി. ദേശീയഗാനത്തിലെ ജയ എന്ന വാക്ക് എത്ര തവണ വരുന്നുണ്ട്? ആൻസർ 10 തവണ. ദേശീയഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും കൂടെ ഉണ്ടായിരുന്ന സഹായി ആര്? മാർഗരറ്റ് കസിൻസ്. നവജവാൻ ഭാരത് സഭ എന്ന സംഘടന രൂപീകരിച്ചത് ആര്? ഭഗത് സിംഗ്. ഇൻകുലാബ് സിന്ദാബ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര്? ഭഗത് സിംഗ്. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയ രാഗമേത്? ശങ്കരാഭരണം. ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചതാര്? അയ്യങ്കാളി. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് ആരെ പറ്റിയാണ് പറഞ്ഞത്? സ്വാമി വിവേകാനന്ദനെ പറ്റി. ഗാന്ധിജി അറസ്റ്റ് ചെയ്ത ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര്? അബ്ബാസ് തയ്യാബ്ജി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ഇത് ആരുടെ വരികളാണ്? മഹാകവി കുമാരനാശാൻ. ഗാന്ധിജി നിയമലംഘനത്തിന് തുടക്കം കുറിച്ച സത്യാഗ്രഹം ഏത്? ഉപ്പു സത്യാഗ്രഹം. കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയതാര്? സുബ്ബറാവു. ഏത് ഭാഷയിലാണ് പ്രതിജ്ഞ എഴുതിയത്? തെലുങ്ക്. ഉപ്പു സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1930 മാർച്ച് 12. ഉപ്പു സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയുടെ കൂടെ എത്ര അനുയായികൾ ഉണ്ടായിരുന്നു? 78 പേർ. ഉപ്പു സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എവിടെ നിന്ന്? ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെപ്പറ്റി അന്നത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്ത്? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയുടെ വരവ് അറിയിച്ചുകൊണ്ട് ഉച്ചഭാഷിണിയുമായി മുന്നിൽ നടന്ന സംഘത്തിന് നേതൃത്വം കൊടുത്തത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി കടപ്പുറത്ത് ഉപ്പുകുറുക്കൽ സമരം ആരംഭിച്ചതെന്ന്? 1930 ഏപ്രിൽ 6 രാവിലെ 6 മണിക്ക്. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു? ഗാന്ധിജി. ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയുടെ വയസ്സ് എത്ര? 61. ഉപ്പു സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? കാന്തിലാൽ, 18 വയസ്സ്. ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അംബേദ്കറുടെ ഫോട്ടോ നിർബന്ധമാക്കിയ ഹൈക്കോടതി ഏത്? കർണാടക ഹൈക്കോടതി. കേരളത്തിലെ ആദ്യ ശലഭ സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതം. 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആര്? വൈഭവ് സൂര്യവംശി. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആര്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏത്? ധർമ്മടം. രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏത്? കേരളം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏത്? ആൻസർ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം.
മനുഷ്യനെ അരനൂറ്റാണ്ടിനു ശേഷം വീണ്ടും ചന്ദ്രനിലേക്ക് അയക്കാനുള്ള നാസയുടെ ദൗത്യമേത്? ആർട്ടമിസ്. ക്വസ്റ്റ്യൻസ് നൽകുന്നതായിരിക്കും. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.